ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 6-ന്റെ 16 മുതൽ 18 വരെ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ മത്തായി 6-ാം അധ്യായം ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഏറെ അനുയോജ്യമായ ആത്മീക ധാർമ്മിക ഉപദേശങ്ങൾ അടങ്ങിയ അധ്യായമാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഭാഷയും അതുപോലെ മാനസികമായിട്ടുള്ള ഒരുക്കവും എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. യഹൂദന്മാരുടെ ഉപവാസ രീതികളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപാകെ താനൊരു പ്രാർത്ഥനാ വീരനാണെന്ന് കാണിക്കുന്ന വ്യഗ്രതയൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് കർത്താവ് പറയുന്നു. കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. മനുഷ്യർ കാണേണ്ടതിന് അവരെ മുഖമൊക്കെ വിരൂപമാക്കുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യരുടെ ഒരു മനോഭാവത്തിനനുസരിച്ച പ്രതിഫലം അവർക്ക് കിട്ടിപ്പോയി എന്ന് കർത്താവ് പറയുന്നത്. ഇത് സ്വയ പരിവർജനത്തെ കാണിക്കുന്നു. ജഡത്തെ അമർച്ച ചെയ്യുക, സമയത്തിന്മേലുള്ള വിശുദ്ധ ശാസന ദൈവകരങ്ങളുടെ കീഴെ അമർന്നിരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടി ആവശ്യമുള്ളത് നമ്മൾ ചെയ്യുകയും വേണം. നമ്മുടെ തലയിൽ എണ്ണ തേക്കണം. സാധാരണ യഹൂദന്മാരെ വിരുന്നുവേളകളിലൊക്കെ ചെയ്യുന്നത് പോലെയാണ് അത്. നമ്മുടെ മുഖം കഴുകണം. ശരീരത്തിന് വേണ്ടുന്നത് ചെയ്യുന്ന പതിവ് ഉപവസിക്കുന്നവരിൽ കാണപ്പെടുകയില്ല. രഹസ്യത്തിൽ കാണുന്ന പിതാവിനായിരിക്കണം നമ്മുടെ മാന്യത അല്ലെങ്കിൽ നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കേണ്ടുന്നത്. രഹസ്യത്തിൽ കാണുന്ന ദൈവമാണ്. പലപ്പോഴും മനുഷ്യർക്ക് വിളങ്ങേണ്ടുന്നതിന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ദൈവം നമ്മുടെ അന്തര ഇന്ദ്രിയങ്ങളെല്ലാം ശോധന ചെയ്യുന്ന ദൈവമാണ്. ഉപവാസത്തിൽ നമുക്ക് ആത്മീയ തൃപ്തി ഉണ്ടാകുന്നില്ല. തിന്നതോ തിന്നാതിരിക്കുന്നതോ നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നുമില്ല. ഉപവാസം പ്രാർത്ഥനയോട് ചേരുമ്പോൾ അതിന് പ്രയോജനവും വിലയുമുണ്ടെന്ന് പഴയ പുതിയ നിയമ വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ മുൻപാകെ ഒരു മനുഷ്യനുള്ള ആന്തരിക നിലയുടെ ബാഹ്യ പ്രദർശനമാണ് ഉപവാസത്തിലൂടെ വെളിപ്പെടുന്നത്. നമ്മുടെ ആത്മാവിനെ താഴ്മയും സഹിഷ്ണുതയുമുള്ളതാക്കി ദൈവത്തിങ്കലേക്ക് തിരിവാൻ നമുക്ക് കഴിയണം. ഉപവാസത്തെ പഴയ നിയമത്തിലൊക്കെ നന്നായി യെശയ്യാപ്രവാചകനൊക്കെ നിശിതമായി വിമർശിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നതായിരിക്കണം ഉപവാസം. ചേർന്ന് വസിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഉപവാസം എങ്ങനെയായിരിക്കണമെന്ന് ലേഖനകർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഉപവാസം നമ്മെ ദൈവികമായിട്ടുള്ള ഹിതം തിരിച്ചറിയുന്നതിനും ഇടയാക്കണം.
അല്ലെങ്കിൽ അത് അർത്ഥശൂന്യമാണ്. നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഉപവാസം. പിന്നെയോ ദൈവഹിതം തിരിച്ചറിയാനും അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും വിട്ടുകൊടുക്കാനും നമുക്ക് കഴിയണം. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഉപവാസത്തിൻ്റെ വേളയിലായിരിക്കണം. നമ്മുടെ കുറേ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അങ്ങ് ഇറക്കി വെച്ച് അലമുറയിടുന്നതിൻ്റെ പേരല്ല ഉപവാസം. അതുകൊണ്ട് ദൈവഹിതം തിരിച്ചറിയാനുള്ള കൃപ പ്രാർത്ഥനാ വേളകളിൽ നമുക്ക് ലഭിക്കണമേ എന്ന് ദൈവത്തോട് ആദ്യം പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും കരുതലിനായും സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ ഹിതം തിരിച്ചറിയുന്ന നിമിഷങ്ങളെ പ്രാർത്ഥനാ വേളകളാക്കി മാറ്റാൻ ഉപവസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരുകൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ അടിയങ്ങളെ കാക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും അളവറ്റ കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.